Yes, let us once again coming back to inverse trigonometric functions. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് തന്നെയാണ്. സോൾവ് മീൻസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Find the value of sin tan inverse x. Sin tan inverse x. ഇവിടെ x ന്റെ വാല്യൂ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും, എന്നാലേ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. മോഡുലസ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റ് നോ, ഐ മീൻ ലെസ് ദാൻ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ആണ്. യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഞാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് സൈൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് അല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ഐ മീൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായെന്ന് പറയും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ ടാൻ ഇൻവേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ടാൻ തീറ്റ നമ്മളുടെ ഉണ്ട്, സൈൻ തീറ്റ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, y/x എന്നുള്ള ഫോർമുല ആണ്. അവിടെ ഇത് 1 ആണ്. അപ്പോൾ y/x ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. ഇവിടെ ടാൻ തീറ്റയുടെ സ്ഥാനത്ത് y ഒന്ന് റൗണ്ട് ചെയ്തേക്കാം, y, അല്ലെങ്കിൽ ഈ എക്സുമായി സെയിം ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ. ഫോർമുല ഈസ് y/x. അപ്പോൾ ഇവിടെ y/x ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ y-യുടെ സ്ഥാനത്ത് എക്സും എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. നമുക്കിനി വേണ്ടത് ഇവിടെ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, √(x² + y²) ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ √(1 + y-യുടെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 6 ആയി. ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഫോർമുല വെച്ച് സൈൻ തീറ്റ ഈസ് y/r, കോസ് തീറ്റ ഈസ് x/r, ആൻഡ് ടാൻ തീറ്റ ഈസ് y/x. ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ 1 ആയിട്ട് എടുത്തു. അപ്പോൾ y-ന്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്ന എക്സും എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. പിന്നെ നമുക്ക് 6 കൂടെ കണ്ടുപിടിച്ചാൽ മതി. 6 എന്ന് പറഞ്ഞാൽ √(x² + y² ആണ്. ഫോർമുല നമുക്കറിയാമല്ലോ, പൈതഗോറസ് തിയറം വെച്ചുള്ള ഫോർമുലയാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. y-യുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് എക്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 എന്ന് പറഞ്ഞാൽ √(1 + x²). നമുക്ക് വേണ്ട സൈൻ തീറ്റയാണ്. സൈൻ തീറ്റയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബിക്കും സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം, y/r. ഇവിടെ y-യുടെ സ്ഥാനത്ത് എക്സ് ആണ്. r-ന്റെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് √(1 + x²). അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി മാറി, ഇവിടെ നമുക്ക് വാല്യൂ കിട്ടി x/1 + x². അപ്പോൾ നമുക്ക് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു x/1 + x². ഇത് നമ്മൾ ഇതിനു വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഇവിടെ ഈ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കാരണം നമുക്ക് മനസ്സിലായി കാണും. ഇത് സൈൻ്റെ അല്ലേ, സൈൻ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയ്ക്കാണോ. അപ്പോൾ ഇടയ്ക്കാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വാല്യൂ |x ഈസ് ഈക്വൽ ടു അത് അത്തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, പക്ഷേ ഇത്തിരി ലോജിക്കാനകത്തുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ ഒന്നും എഴുതാം, നമുക്കൊന്ന് എഴുതി പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ സോൾവ്. 2 tan inverse cos x is equal to tan inverse 2 cosec x.
ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്തുനിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ 2 tan inverse cos x is equal to tan inverse 2 cosec x. ഓക്കെ, അപ്പോൾ ഞാനിത് സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ശ്രമത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 2 tan inverse cos x ഇതാണ് നമ്മുടെ ഒരു ഏരിയ. അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഇതിൻ്റെ LHS എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ cos x-ന് പകരം സപ്പോസ് ഒരു a എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കാം, സൈഡിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ 2 tan inverse a എന്ന് കൊടുക്കാതായിരിക്കും കുറച്ചും കൂടി നല്ല. cos x-ന് പകരം ഞാൻ a എന്ന് കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന 2 tan inverse a എന്ന് വരും. 2 tan inverse എക്ക് നമുക്ക് എന്ന് വെച്ചാൽ 2 tan inverse എക്സിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ ആ തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 tan inverse x എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. 2 tan inverse x എന്ന് പറഞ്ഞാൽ tan inverse നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നത് തന്നെ 2a/1 - s² എന്ന് എഴുതാം. ഇത് ടാനുള്ള ഫോർമുലയാണ്. 2 tan inverse x-ന് പകരം സൈനിൻ്റെ ഫോർമുല ഉണ്ട്. sin inverse 2x/1 + x² എന്നാകും. അതുപോലെ കോസ് ഇൻവേഴ്സിനും ഉണ്ട്. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടാനിനുള്ള ഫോർമുലയാണെന്ന് മാത്രം. അപ്പം ഇത്രയും ടാൻ ഇൻവേഴ്സ് കിടക്കുന്നുണ്ട്. സോ 2 tan inverse is equal to tan inverse. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ LHS, അതായത് ഈ ഒരു ടേം മാത്രം ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. 2 tan inverse a അതാണ് ഫോർമുല. അപ്പോൾ നമ്മുടെ ഇത് മാറിയിട്ട് നമുക്ക് tan inverse എന്നാവും. അപ്പോൾ എന്താവും tan inverse 2, ഇതാണ് ഈ ഫോർമുലയാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് cos x ആണ്. അപ്പോൾ tan inverse 2 cos x divided by 1 - cos² x equal to ഇത് അതുപോലെയാണ് tan inverse 2 cosec x. ഇത് നമുക്ക് അങ്ങനെ തന്നെ എഴുതിപ്പോൾ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ എക്സിന് ഒരു cos x-ന് പകരം a എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് 2 tan inverse a എന്നാവും. ഈ 2 tan inverse a-ക്ക് പകരമാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് tan inverse 2a/1 - a². ആ എക്ക് പകരം cos x എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം എന്താവും tan inverse 2 cos x/1 - cos² x എന്നാവും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി. ദാറ്റ് ഇംപ്ലൈസ് ഇത് നമുക്ക് പരിചിതമായൊരു സാധനമാണ്. tan inverse 2 cos x divided by 1 - cos² എന്ന് പറഞ്ഞാൽ sin² ആണല്ലോ. അതിവിടെ റീപ്ലേസ് ഈക്വൽ ടു tan inverse 2 cosec x. ഈ റൈറ്റ് സൈഡ് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇത് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ tan inverse 2, ഇതിനെ 2 ഒരു ടേം ഇങ്ങനെ എഴുതാം. 1/sin x × cos x/sin x എഴുതാം. ഈക്വൽ ടു tan inverse മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായതുകൊണ്ട്, അസോസിയേറ്റിവിറ്റി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ എഴുതാൻ സാധിക്കുമല്ലോ. 2 × cos x ഇവിടെയുണ്ട്, sin² x ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, sin x × sin x. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 2 tan inverse. ഇത് 2 sin x 1/sin x എന്ന് പറഞ്ഞാൽ cosec x ആണെന്ന് നമുക്കറിയാമല്ലോ. സോ cosec x ഉണ്ട്. cos/sin എന്ന് പറഞ്ഞാൽ cot x ആണെന്ന് നമുക്കറിയാം. ഈക്വൽ ടു tan inverse 2 cosec x. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ tan inverse-നെയും ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകണമെന്നില്ല. tan inverse എടുത്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആണെങ്കിൽ tan inverse എടുക്കുന്നതിന് മുമ്പും ഇത് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ
അപ്പോൾ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് അപ്പുറം ചെല്ലുമ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് അങ്ങനെ ആയാലും വിചാരിക്കാം. എനിവേ ഇത് രണ്ടും പോകുന്നത് പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. ടാൻ ഇൻവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഈക്വൽ ആയാൽ മാത്രമേ ഉള്ളൂ ടാൻ ഇൻവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആവുള്ളൂ. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് റൈറ്റ്. ഇനി അപ്പോൾ 2 cosec x cot x is equal to നമുക്ക് 2 cosec x എഴുതാം. ഇതിൽ നമ്മൾ ഈ 2 cosec x-ൻ്റെ വാല്യൂ ഒരിക്കലും 0 ആകത്തില്ലല്ലോ. cosec x-ൻ്റെ വാല്യൂ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും cosec x-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ cosec x നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമുക്ക് തിരിച്ചപ്പോൾ cot x is equal to 1 എന്ന് 2 ഓൾറെഡി കട്ടായി പോകും. സോ cot x is equal to 1 എന്ന് 2. അപ്പോൾ cot x is equal to 1 എന്നാണ്. യെസ്, അതാണ് cot x is equal to 1 എന്നാണ്. അപ്പോൾ cot x is equal to 1 ആണെങ്കിൽ നമുക്കറിയാമല്ലോ x എന്ന് പറഞ്ഞാൽ ഏത് കൊടുത്താലേ ഉള്ളൂ കോട്ടിന് 1 കിട്ടുന്നത് എവിടെയാണ്? π/4. അപ്പോൾ നമ്മുടെ x എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ. കണ്ടാലും വളരെ ഭീകരമാണെന്നൊക്കെ തോന്നിയാലും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പോകാം, ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ടാൻ ഇൻവേഴ്സ് നമ്മൾ ചെയ്തത് ഇതാണ്. ഈ 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, അതാണ് ഈ എഴുതിയേക്കണേ. ബാക്കിയൊക്കെ സിംപ്ലിഫിക്കേഷനാണ്, വേറെ ഒന്നുമില്ല. 1 മൈനസ് കോസ് സ്ക്വയറിനെ സൈൻ സ്ക്വയറിനെ എഴുതി. പിന്നെ ഇതിനെ 1/sin x ഇൻറ്റു കോസ് ബൈ സൈൻ എന്ന് വന്നു. പിന്നെ നമുക്ക് ഇത് എന്താ പറയുക 2 പിന്നെ നമ്മൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് എടുക്കാതെ തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ 2 cot x cosec x നോൺ സീറോ ആണെന്നുള്ള ഇതിൽ നമ്മൾ എക്സ് നോൺ സീറോ അല്ലെങ്കിൽ എക്സിന് 0 വരുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷയം വരുന്നുള്ളൂ, അത് ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ cosec x-ൻ്റെ കാര്യം, sin x-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന കേസിലേ ഉള്ളൂ cosec x 0 ആയി പോകും. അപ്പോൾ cosec x 0 ആകത്തില്ല, കാരണം sin x എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ -1 ആയതുകൊണ്ട് ഒരിക്കലും അത് 0 എത്തത്തില്ല, cosec x 0 എത്തത്തില്ല. പിന്നെ cot x is equal to 1 ആയി, സോ x is equal to π/4 ആയി. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 7. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. സോൾവ്, ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് ടാൻ ഇൻവേഴ്സ്, ക്വസ്റ്റ്യൻ എഴുതാം. ടാൻ ഇൻവേഴ്സ് 1 minus x divided by 1 plus x is equal to 1/2 tan inverse x. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, x പോസിറ്റീവ് ആയി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. tan inverse 1 minus x by 1 plus x is equal to 1/2 tan inverse x സോൾവ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായ ഒരു ഫോമിലേക്ക് ഏതാണ്ടൊക്കെ എത്തണമുണ്ട്. ടാൻ ഇൻവേഴ്സ്, ഞാനിവിടെ എഴുതാം. ടാൻ ഇൻവേഴ്സ് 1 minus x by 1 plus x. ഇവിടെ നമ്മൾ എക്സിന് ഒരു ടാൻ തീറ്റ എന്നെല്ലാം കൊടുക്കുവാണെങ്കിൽ ഈ സാധനം നമുക്കറിയാമല്ലോ, ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ തീറ്റ ബൈ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുവാണെങ്കിൽ, അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. കൊടുക്കുവാണെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഇത് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്നാവും. 1 പ്ലസ് ടാൻ തീറ്റ എന്നാവും. ഇത് നമുക്ക് പരിചിതമായ സാധനമാണ്. ടാൻ ഇൻവേഴ്സ് ടാൻ π/4 മൈനസ് തീറ്റ എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് π/4 മൈനസ് തീറ്റ എന്നാവും. അപ്പോൾ അത്തരത്തിൽ തന്നെ π/4 മൈനസ് തീറ്റയ്ക്ക് പകരം tan inverse x എഴുതാം. അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യും. കാരണം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ എടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ tan inverse 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സിന് പകരം π/4 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse x ആയതിനാൽ ദിസ് ബിക്കംസ് π/4 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse x equal to 1/2 tan inverse x. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമായി, കാരണം നമ്മുടെ ഉദ്ദേശം എക്സ് കണ്ടുപിടിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ π/4 മാത്രം ഇവിടെ നിർത്തുക. ഇസ് ഈക്വൽ ടു ഇത് അപ്പുറേ പോവും. അപ്പോൾ അത് പ്ലസ് ആവും, പ്ലസ് 1/2 tan inverse x എന്നാവും. ഇത് ഒരു tan inverse x പിന്നെ ഒരു അര tan inverse x രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1.5 tan inverse x ആവും. 1.5 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയാണ്. ഇങ്ങനെ ഈക്വൽ ടു π/4 ഒരു 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് π/2 is equal to 3 tan inverse x. നമ്മുടെ ഉദ്ദേശം എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് π/6 എന്ന് പറയാം അല്ലേ. 3 ഇങ്ങോട്ട് പോരും ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും tan inverse x എന്നാവും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു tan π/6 എഴുതാം. tan π/6 എന്ന് പറഞ്ഞാൽ tan 30 ആണ്. tan 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/√3. അപ്പോൾ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മളുടെ ഈ മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടുത്തുകയും അതിനെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ഒക്കെയുള്ള കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, ഒരു സിമ്പിൾ സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ആൻഡ് if you can enjoy the beauty of that, then study of mathematics is a very simple and fascinating one. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ചെയ്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. 9ാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതിക്കോട്ടെ. സോൾവ് sin inverse 1 minus x. sin inverse 1 minus x minus 2 sin inverse x is equal to π/2. sin inverse 1 minus x minus 2 sin inverse x is equal to π/2. ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. സൊല്യൂഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓൾസോ. ഞാൻ ഈ സൈൻ ഇൻവേഴ്സ് ഈ ഒരു ഫസ്റ്റ് ടേമിനെ മാത്രം ഇവിടെ ഒന്ന് നിർത്തുകയാണ്. മറ്റേതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സൈൻ ഇൻവേഴ്സ് 1 minus x is equal to π/2 പ്ലസ് എന്നാവുമല്ലോ. ഈ മൈനസ് അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് എന്നാവും. പ്ലസ് 2 sin inverse x. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എക്സ് കണ്ടുപിടിക്കാനാണ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത് ഈ സൈൻ ഇൻവേഴ്സിനോട് അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ് അപ്പുറം ചെല്ലുമ്പോൾ എന്താവും? സൈൻ എന്നാവും അല്ലേ. അപ്പോൾ സൈൻ ഓഫ് π/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേറൊരു ഫോർമുല തെളിഞ്ഞു വരുന്നുണ്ട്. സൈൻ 90 π/2 പ്ലസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ അത് കോസ് ആകും. കോസ് തീറ്റ എന്നാവും. കോസ് 2 സൈൻ ഇൻവേഴ്സ് x എന്നാവും. ഇതാണ് നമ്മുടെ 1 minus x.
ഓക്കെ. അപ്പോൾ ഞാൻ ഈ cos 2 sin inverse x ഇത് തീറ്റ എന്ന് ഡീൽ ചെയ്യുവാണെങ്കിൽ ഇത് cos 2 തീറ്റ എന്നുള്ള ഫോർമുല, ഈ sin inverse x ഒരു തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് cos 2 തീറ്റ എന്നുള്ള ഫോർമുല. ഞാൻ ഒന്ന് മാറ്റി ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എഴുതാം. sin inverse x പകരം ഞാൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ ഇത് cos 2 തീറ്റ ആണ്. cos 2 തീറ്റയ്ക്ക് നമുക്ക് സൈനിലുള്ളൊരു ഫോർമുല ഉണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എഴുതാൻ മുമ്പായിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ടൊന്ന് എഴുതിയേക്കാം. നമ്മൾ സാധാരണ എഴുതുന്നുണ്ടല്ലോ സൈൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ എന്ന് കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇവിടെ കിടന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ cos 2 തീറ്റ എന്നാവും. cos 2 തീറ്റ cos 2 തീറ്റയ്ക്ക് കാരണം നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് cos 2 തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 1 - 2 sin സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്കിതിനെ 1 - 2 സൈൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം എക്സ് സ്ക്വയർ. അപ്പോൾ കംപ്ലീറ്റ് എക്സിലേക്ക് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ഈ ഒരു സൈൻ ഇൻവേഴ്സ് എക്സിന് ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ തീറ്റ എന്ന് കൊടുത്തു. 2-നില്ല, സൈൻ ഇൻവേഴ്സ് എക്സിന് മാത്രം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1 - x = cos 2 തീറ്റ എന്നാവും. അപ്പോൾ cos 2 തീറ്റയാണ് വാല്യൂ ഇൻ ടേംസ് ഓഫ് സൈനിൽ നമുക്കറിയാം 1 - 2 sin സ്ക്വയർ തീറ്റ. അപ്പോൾ 1 - 2 സൈൻ തീറ്റയ്ക്ക് ഒരു എക്സ് എടുത്തു 1 - 2 x സ്ക്വയർ. അപ്പോൾ ഞാനിവിടെ റീപ്ലേസ് ചെയ്യാണ്. സോ 1 - x = 1 - 2 x സ്ക്വയർ. ഇപ്പോൾ ഒരു ഇക്വേഷൻ ആയി. ഇനിയിപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1 ക്യാൻസലാക്കി കളയാം. അപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാക്കിക്കോട്ടെ. യെസ് 1 - x x - x = 2 x സ്ക്വയർ ആയി. or x = 2 x സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2x സ്ക്വയർ - x = 0 എന്നാവും. എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x - 1 = 0 എന്നാവും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ x = 0 എന്ന് എഴുതാം ഓർ 2x - 1 = 0 എന്ന് എഴുതാം. കാരണം പ്രോഡക്റ്റ് ഓഫ് 2 ടൈംസ് = 0 മീൻസ് ഐദർ വൺ ഓഫ് ദം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി 0. രണ്ട് 0 ആയാലും നമുക്ക് സന്തോഷം. മിനിമം ഒരെണ്ണെങ്കിലും 0 ആയേ പറ്റൂ. അപ്പോൾ x 0 ആകാം ഒന്നുകിൽ, അല്ലെങ്കിൽ 2x - 1 = 0 ആകാം. ഇതിൻ്റെ അർത്ഥം ഇവിടെ എക്സിന് 0 വരാം ഓർ x = 2x = 1 വരാം ഓർ x = 1/2 വരാം. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചൊന്ന് പോകാം. ക്വസ്റ്റ്യനകത്ത് അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ വാല്യൂ x = 0 ഓർ x = 1/2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ച് നോക്കിയേക്കാം. ഇതാണ് യെസ് x = 0 ഓർ x = 1/2. ഇനി എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ x = 1/2 കൊടുക്കാം. 1/2 കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണോ? എക്സിന് 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സൈൻ ഇൻവേഴ്സ് 1 എന്നാവും -2 സൈൻ ഇൻവേഴ്സ് 1 എന്നാവും. അല്ല സോറി, എക്സിന് 0 അല്ല, 0 കൊടുക്കുമ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് 1 -2 സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് മാത്രമാവും. അത് y/2 കറക്റ്റാണ്. ഇനി എക്സിന് 1/2 കൊടുത്താലോ? എക്സിന് 1/2 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1/2. അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാവും. -2 സൈൻ ഇൻവേഴ്സ് 1/2 എന്നാവും. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/2 എന്നായി, ഇവിടെ -2 സൈൻ ഇൻവേഴ്സ് 1/2 എന്നായി. അപ്പോൾ അത് തന്നെ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവായി. സൈൻ ഇൻവേഴ്സ് 1/2 ഞാനൊന്ന് സൈഡിലൊന്ന് എഴുതിയേക്കാം, കളർ മാറ്റി എഴുതിയേക്കാം. ഇത് സൈൻ ഇൻവേഴ്സ് എക്സിന് 1/2 കൊടുക്കുമ്പോഴേ സൈൻ ഇൻവേഴ്സ് ഇത് 1 - ½ എന്നാവും. -2 സൈൻ ഇൻവേഴ്സ് 1/2. ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ -സൈൻ ഇൻവേഴ്സ് 1/2. ഇതൊരിക്കലും 1/2 ആകത്തില്ല. ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് നെഗറ്റീവാണ്.
നെഗറ്റീവ് വാല്യൂസ് കിട്ടില്ല, അപ്പോൾ അതുകൂടെ കിട്ടില്ല. അപ്പോൾ ഈ 2 sin inverse മൈനസ് sin inverse 1/2 എന്ന് പറയുന്നത് നമുക്ക് ഇസ് ഈക്വൽ ടു π/2 അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. കാരണം sin inverse 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈനിൻ്റെ 1/2 വരുന്നത് 30ലാണ്. അപ്പോൾ ഇത് -30 എന്ന് വരും, ഈക്വൽ ടു π/2. അങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് x ഈസ് ഈക്വൽ ടു 1/2 എന്നുള്ളത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല, സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ആൾജിബ്രായിക്കലി കണ്ടുപിടിച്ചെങ്കിലും അങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് എടുക്കാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 മാത്രമേ. സോ ദാറ്റ് ഈസ് വൈ ദ ഓൺലി അഡ്മിസിബിൾ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എല്ലാ ടൈപ്പിലൂടെയും കടന്നുപോയി. കഴിഞ്ഞ ഒരു 13 എപ്പിസോഡിലൂടെ നമ്മൾ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നിങ്ങളൊന്ന് കുറേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതിനകത്ത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ളൊരു ചാപ്റ്റർ വളരെ രസകരമായൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ വളരെ രസകരമായിട്ട് തന്നെ ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാണുക. ഇനി ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെയിൽ ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഈ ഒരു എപ്പിസോഡ് കണ്ട് പ്രോബ്ലം ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ യു വിൽ ബിക്കം ദി മാസ്റ്റേഴ്സ് ഓഫ് ദിസ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.